അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. വർള അന്നാ മഅഹും അജ്മഈന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. റമളാൻ അതിൻ്റെ അന്ത്യത്തോടടുക്കുകയാണ്. ആദ്യത്തെ 10 റഹ്മത്തിൻ്റെതും രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെയും അഥവാ പാപമോചനത്തിൻ്റെതുമാണെങ്കിൽ അവസാനത്തെ 10 കുറിച്ച് പറഞ്ഞത് ഇത്ഖുമിനൻ നാർ, നരകമോചനത്തിൻ്റെ മാസം, നരകമോചനത്തിൻ്റെ 10 ദിവസങ്ങൾ എന്നാണ്. റഹ്മത്തും മഗ്ഫിറത്തും നരകമോചനവും അത് മൂന്നും ഒരു ശ്രേണിയിലുള്ള 3 പദങ്ങളാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്ത് വർഷിച്ചെങ്കിൽ മാത്രമേ അവൻ്റെ പാപമോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ, മഗ്ഫിറത്ത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചാൽ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ എന്ന് നാം പ്രാർത്ഥിക്കുന്നത്. മഗ്ഫിറത്തും മർഹമത്തും ഒന്നിച്ചു വരുന്ന പദങ്ങളാണ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ ഇത്ഖുമിനൻ നാർ, നരകമോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നരകമോചനത്തോട് നാം അടുക്കണമെങ്കിൽ റമദാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് നാം ചോദിച്ചു കൊണ്ടിരിക്കണം. അതിൻ്റെ നടുവിലത്തെ 10 ദിവസങ്ങൾ നാം മഗ്ഫിറത്ത് ചോദിച്ചു കൊണ്ടിരിക്കണം. അവസാനത്തെ 10 ദിവസങ്ങൾ നിർബന്ധമായും നാം ഇത്ഖുമിനൻ നാർ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമദാനിലുണ്ട് ഒരു രാവ്, ആ രാവ് 1000 മാസങ്ങളെക്കാൾ പ്രത്യേകതയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖദറിൽ ഈ വിഷയം വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. നാം ഖുർആനിനെ അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് നിങ്ങൾക്കറിയുമോ? ഈ ഒരു പദപ്രയോഗം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനിൽ മാ അദ്റാക എന്നുള്ള പ്രയോഗം കൊണ്ട് അള്ളാഹു എന്ത് ചോദിച്ചാലും അതൊരു ഭയങ്കര സംഭവമാണ് എന്ന് മനസ്സിലാക്കണം. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, വമാ അദ്റാക പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം വരുന്ന ആയത്ത് അതിന്റെ വിശദീകരണമായിരിക്കും. അൽ ഖാരിഅതു മൽ ഖാരിഅ, വമാ അദ്റാക മൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ എന്താണ് ഖാരിഅത്ത് എന്നാൽ യൗമ യകൂനുൻ നാസു കൽ ഫറാഷിൽ മബ്സൂസ്, അവിടെ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലൈലത്തുൽ ഖദർ വിശദീകരിക്കുന്നത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ പവിത്രമാണ് എന്ന്, പുണ്യകരമാണ് എന്ന്. 1000 മാസങ്ങളെക്കാൾ ദൈർഘ്യമുള്ളതല്ല, പക്ഷെ പുണ്യകരമാണ്, ഖൈറാകുന്നു. അതിന്റെ പ്രത്യേകത വീണ്ടും പറയുന്നത് തനസ്സലുൽ മലായിക, അള്ളാഹുവിന്റെ മാലാഖമാർ അന്ന് ഇറങ്ങി വരുന്നുണ്ട്. മാലാഖമാർ എന്നും ഇറങ്ങുന്നുണ്ട്. ലഹു മുഅഖിബാത്തും ബില്ലൈലി വന്നഹാർ, ഒരു ദിവസം 70,000-ഓളം മലക്കുകൾ രാവിലെയും വൈകുന്നേരവും ഭൂമിയിലേക്ക് വന്ന് തിരികെ പോകുന്നുണ്ട്. പക്ഷേ അന്ന് ഇറങ്ങുന്ന മലക്കുകൾ ഇവരല്ല, ഇവരെ കൂടാതെ ഒരുപാട് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. അതാണ് പ്രത്യേകം പറയുന്നത്. തനസ്സലുൽ മലായികത്തു വറൂഹു, അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ബിഇദ്നി റബ്ബിഹിം, അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ സമ്മതപ്രകാരമാണ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് പറയുന്നത് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ആ രാവ് പ്രഭാതമാകുന്നതുവരെ വളരെ ശാന്തമായ സുന്ദരമായ ഒരു രാവാണ് എന്ന്. ഇത്രയും വിശദമായി ഒരു രാവിനെ കുറിച്ച് അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദറിനെ നമുക്ക് പല രീതിയിലും പരിചയപ്പെടുത്തി തന്നു. അതിന്റെ പ്രത്യേകതകൾ ഒരുപാട് പറഞ്ഞു തന്നു. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, ആരെങ്കിലും ലൈലത്തുൽ ഖദ്ർ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ, ആ രാവിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ, ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടും, വഹ്തിസാബൻ അവന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും. പ്രതിഫലം കാക്ഷിക്കുക എന്നുള്ളത് അതൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു പദപ്രയോഗമാണ്. നരകത്തെ ഭയക്കുക എന്നല്ല പറഞ്ഞത്. നോമ്പിനെ കുറിച്ച് പറഞ്ഞതും അങ്ങനെ തന്നെ. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസമർപ്പിച്ചുകൊണ്ടും അവൻ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും. നരകത്തെ ഭയന്നുകൊണ്ടല്ല, പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട്. നാം ആരാധനകൾ അർപ്പിക്കുമ്പോൾ നിർബന്ധമായ ആരാധനകൾ മാത്രം അർപ്പിക്കരുത്. നിർബന്ധമായ ആരാധനകൾ മാത്രം അർപ്പിക്കുന്നവരെ കുറിച്ച് നമുക്ക് പറയാം,
അവൻ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട്, നരകത്തെ ഭയന്നുകൊണ്ട് മാത്രമാണ് അതിൽ രക്ഷപ്പെടുവാനുള്ള മാർഗമാണ് സ്വീകരിച്ചത്. അതേസമയം ഇഹ്തിസാബ് എന്ന് പറയുമ്പോൾ പ്രതിഫലമാണ് കാക്ഷിക്കുന്നത്. പ്രതിഫലം അതിന്റെ വഴികൾ ധാരാളമാണ്. അതിൽപ്പെട്ടതാണ് ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അള്ളാഹുവിന്റെ സവിധത്തിൽ ഇങ്ങനെ ദുആ ചെയ്തു അത്രേ, അള്ളാഹുവെ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായക്കാർ ഒരുപാട് വർഷങ്ങൾ ജീവിച്ചു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായക്കാരും ഒരുപാട് വർഷങ്ങൾ ജീവിച്ചു. എന്റെ സമുദായം മാ ബൈന സിത്തീന വ സബഈൻ, 60ന്റെയും 70ന്റെയും ഇടയിൽ മാത്രം ആയുസ്സുള്ള ആളുകളാണല്ലോ. എങ്ങനെയാണ് എന്റെ സമുദായത്തിന് മുൻഗാമികളായ സമുദായത്തെക്കാൾ ഇബാദത്ത് കൊണ്ട് മികക്കുവാൻ സാധിക്കുക? അവർ എന്റെ സമുദായത്തെക്കാൾ ഒരുപാട് ഇബാദത്ത് ചെയ്തവർ ആയിരിക്കുകയില്ല എന്ന്. അപ്പോഴാണ് അതിന്റെ ഒരു ഉത്തരം എന്ന രീതിയിലാണ് ഇതുപോലെയുള്ള സവിശേഷമായ രാവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞത്. 1000 വർഷങ്ങളെക്കാൾ പുണ്യമാണ്. എന്നാൽ ആ രാത്രി ഇബാദത്ത് അർപ്പിക്കുമ്പോൾ തന്നെ 1000 വർഷങ്ങൾ അതിന്റെ രാവുകൾ ഇബാദത്ത് ചെയ്ത പുണ്യമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത്തരം നല്ല ഓഫറുകൾ നാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരിക്കലും ഈ സമുദായത്തെക്കാൾ മറ്റൊരു സമുദായത്തിനും നിഷ്ഠ കൊണ്ടോ കർമ്മങ്ങളെ കൊണ്ടോ ഇബാദത്തുകളെ കൊണ്ടോ മികക്കാൻ സാധിക്കുകയില്ല എന്നാണ് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഈ ഒരു സമ്മാനം. അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദ്ർ നാം ഉപയോഗപ്പെടുത്തണം. അന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. മലക്കുകൾ ഇറങ്ങി വന്നാൽ തിരിച്ചവർ പ്രഭാതമാകുമ്പോൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകും. അള്ളാഹു അവരോട് ചോദിക്കും, കൈഫ വജത്തും ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ സാധിച്ചത്? എങ്ങനെയുണ്ട് എന്റെ അടിമകൾ? ഈ ചോദ്യം എന്തിനെന്നല്ലേ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഒരു മുഷാവറ ചെയ്തിരുന്നു. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമി ലോകത്ത് ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കുവാൻ പോകുന്നു എന്ന്. അപ്പോൾ അവർ ചോദിച്ചു, അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമ, എന്തിനാണ് ഇങ്ങനെ ഒരു സമുദായത്തെ അവിടെ പറക്കാൻ പോകുന്നത്? അവർ രക്തച്ചൊരിച്ചുകൾ നടത്തും, അതുപോലെ തന്നെ അവിടെ അവരുടെ ഫിത്നയും ഫസാദും ഉണ്ടാക്കും, വിപത്തുകൾ ചൊരിയും. ഇങ്ങനെയുള്ള സമുദായത്തെ എന്തിനാണ് നീ അവിടെ പടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ഇന്നി ആലവുമാല താലമൂൻ, മറത്തൊന്നും പറയാതെ ഞാൻ നിങ്ങളറിയാത്ത പലതും അറിയുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞു. അള്ളാഹു ആദം അലൈഹി സ്വലാമിനെ പടച്ചു, ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനങ്ങൾ പെറ്റുപെരുകി. അങ്ങനെ ആഖിറുസ്സമാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തും വന്നു. ഇന്നും അവർ നിലനിന്നുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്നതൊക്കെ അന്ന് കാലത്ത്, നബിയുടെ കാലത്ത് കഴിഞ്ഞു പോയ സംഭവമല്ല. ഓരോ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലും മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. അള്ളാഹു അവരോട് ചോദിക്കുന്നുണ്ട്, കൈഫ വജത്തും ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? അവർ എങ്ങനെയുണ്ട്? എന്താണ് അവർ വിശേഷം? അവർ പറയുന്നു, ഞങ്ങൾ ആരാധിക്കുന്ന പോലെ അവർ ആരാധിക്കുന്നുണ്ട്, നിന്നെ ഹംദ് ചെല്ലുന്നുണ്ട്, തസ്ബീഹ് ചെല്ലുന്നുണ്ട്, തംജീദ് ചെല്ലുന്നുണ്ട്, തക്ബീർ ചെല്ലുന്നുണ്ട്. അതേസമയം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പല ആരാധനകളും അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ആരാധനകൾ എന്തെന്നല്ലേ? അവർ സ്വതക്കകൾ ചെയ്യുന്നുണ്ട്, പാവങ്ങൾക്ക് അവർ തങ്ങളുടെ സമ്പത്തിൽ നിന്ന് വീതം വെച്ച് നൽകുന്നുണ്ട്. അതോടുകൂടെ തന്നെ ഞങ്ങൾക്ക് കഴിയാത്ത മറ്റൊരു ആരാധനയുണ്ട്. അവർ തെറ്റ് ചെയ്ത ഒരുപാട് വ്യക്തികൾ പള്ളികളിലും വീടുകളിലും സുജൂദിലായി കിടന്നുകൊണ്ട് അവർ കരയുന്നുണ്ട്. അവർക്ക് കരച്ചിലുണ്ട്. ആ കരച്ചിൽ ഞങ്ങൾക്ക് സാധ്യമല്ല. സ്വതക്കകൾ ഞങ്ങൾക്ക് സാധ്യമല്ല. റുകൂഉം സുജൂദും തഹ്ലീലും തസ്ബീഹും ഞങ്ങൾക്ക് സാധ്യമായേക്കാം. ഇങ്ങനെയൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ രാവ് നാം ഉപയോഗപ്പെടുത്തേണ്ടത് തൗബയ്ക്ക് വേണ്ടിയാണ്. നാം ബദറിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അതുപോലെ തന്നെയാണ് ബദർ എന്ന് പറയുന്നത് ജിഹാദ് ആണെങ്കിൽ നോമ്പ് എന്ന് പറയുന്നത് മുജാഹദയാണ്. ജാഹദ എന്ന് പറഞ്ഞാൽ സമരം ചെയ്തു എന്നാണ്. 2 തരം സമരങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് അൽ ജിഹാദുൽ അക്ബറും മറ്റൊന്ന് അൽ ജിഹാദുൽ അസ്ഗറും. ഒന്ന് ചെറിയ സമരമുറകൾ. ആ ചെറിയ സമരം എന്നുള്ളതാണ് ശത്രുവിന്റെ മുന്നിലേക്ക് തന്റെ ജീവനം കൊണ്ട് എടുത്ത് ചാടി പടവെട്ടുക എന്നുള്ള ചെറിയ യുദ്ധമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗർ ഇലൽ ജിഹാദിൽ അക്ബർ, നാം ചെറിയ യുദ്ധത്തിൽ നിന്ന് വലിയൊരു യുദ്ധത്തിലേക്കാണ് തിരിച്ചു പോകുന്നത് എന്ന് പരാമർശിച്ചു. സ്വഹാബത്ത് ചോദിച്ചു, ഒരു യുദ്ധം കഴിഞ്ഞതല്ലേയുള്ളൂ, ഇനി എന്താണ് വലിയ യുദ്ധം എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് ജിഹാദുൻ നഫ്സ്, സ്വശരീരത്തോടുള്ള ജിഹാദാണ്. സ്വന്തം ശരീരത്തെ ഈ ശരീരത്തിന്റെ ഇച്ഛകളിൽ നിന്നും പിശാചിന്റെ ദുർമന്ത്രണങ്ങളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട്
അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് മുന്നോട്ട് നയിക്കേണ്ടത് വലിയൊരു ധർമ്മസമരമാണ്. ബദർ ഒരു ധർമ്മമാണെങ്കിൽ റമളാൻ മുഴുവനും നമുക്ക് ധർമ്മസമരമാണ്. എന്തിനുള്ള ധർമ്മസമരം എന്നല്ലേ? അള്ളാഹുവിലേക്ക് അടുക്കുവാന്നുള്ള ധർമ്മസമരം. ഈ നോമ്പ് അവസാനിക്കുന്ന വേളയിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. നാം ഈ നോമ്പ് എന്നുള്ളത് ഒരു ഫുഡ് ഫെസ്റ്റിവൽ അല്ല, നമ്മുടെ ആത്മീയതയെ ഉന്നതയിലേക്ക് നയിക്കുവാനുള്ള ഒരു സമരമായിരുന്നു ഇത്. 30 ദിവസത്തെ നമ്മുടെ ഈ ഒരു എക്സസൈസ് അത് ആത്മാവിനെ ഉന്നതിയിലേക്ക് നയിക്കുവാനുള്ളതായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭൗതികതയെ താഴ്ത്തുവാനുള്ളതായിരുന്നു. അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള ഒരു വലിയൊരു സുവർണാവസരമായിരുന്നു ഈ നോമ്പ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞല്ലോ, ലിസ്സാഇമി ഫർഹത്താനി ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒരു നോമ്പുകാരന് 2 സന്തോഷങ്ങളാണുള്ളത്. ഒന്ന് നോമ്പ് മുറിക്കുന്ന വേളയിലുള്ള സന്തോഷം. നോമ്പ് മുറിക്കൽ 2 രീതിയിലാണ്. ഒന്ന് ഓരോ ദിവസത്തെയും നോമ്പ് തുറകൾ, മറ്റൊന്ന് നോമ്പിന്റെ പര്യവസാനമായ ഈദുൽ ഫിത്ർ. ഈ 2 സന്തോഷങ്ങളുണ്ട്. അതോടുകൂടെ തന്നെ പറയുന്നത് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. ഈ നോമ്പ് അവസാനിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോ പറഞ്ഞല്ലോ 30 ദിവസം നോമ്പ് നോൽക്കണമെന്ന്. മൂസ 30 ലൈല, 30 ദിവസം നോമ്പ് നോൽക്കണമാണെന്നാ പറഞ്ഞത്. പിന്നീട് അത് 30 പോരാ, ഒന്നുകൂടെ ആത്മികമായി ഉന്നതി പ്രാപിച്ചിട്ട് മാത്രം വന്നാൽ മതി. അങ്ങനെ 10 ദിവസം കൂടെ കൂടുതൽ നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞു. പിന്നീട് 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ആ ഒരു സന്നിധാനത്തിലേക്ക് തൗറാത്ത് വാങ്ങാൻ വരുന്നത്. അങ്ങനെയാണല്ലോ മൂസ അലൈഹി സ്വലാമോട് സംസാരിക്കുന്നത്. മൂസ അലൈഹി സ്വലാം പറഞ്ഞല്ലോ, റബ്ബി അരിനി അൻദുർ ഇലൈക്, ഞാൻ നിന്നെ ഒന്ന് കാണിച്ചു താ, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞില്ലേ. വലാകിൻ ഉൻദുർ ജബൽ ലൻ തറാനി, എന്നെ കാണാൻ സാധ്യമല്ല മൂസ. വലാകിൻ ഉൻദുർ ഇല ജബൽ, പക്ഷേ നീ ആ പർവ്വതത്തിലേക്ക് നോക്കൂ. ഫൈനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അവിടെ തന്നെ നിലനിൽക്കുന്നുവെങ്കിൽ നിനക്ക് എന്നെ കാണാം. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്ക വഖറ മൂസ സൈഖ. പർവ്വതത്തിലേക്ക് നബി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു ചെറിയ ഒളിവ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ തേജപുഞ്ചമാണ് അല്ലാഹു, നൂറാണ് അല്ലാഹു. ആ നൂറിന്റെ ഒരു അംശം ഭൂമിയുടെ ചെറിയ ഒരു പർവ്വതത്തിലേക്ക് എങ്ങനെയാണ് വരാൻ സാധിക്കുക? ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കൻ വഖറ മൂസ സൈഖ. മൂസ അലൈഹിസ്സലാം ബോധശൂന്യനായി വീണു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ കാണണോ? നോമ്പിലൂടെ തന്നെ നമ്മുടെ ആത്മാവിന്റെ പരിശുദ്ധി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ നോമ്പ് നമ്മുടെ ഭൗതികതയെ സപ്രസ് ചെയ്ത് അതിനെ കീഴ്പ്പെടുത്തി ആത്മികതയെ ഉന്നതിയിലേക്ക് എത്തണം. നാം മലക്കുകളുടെ ആ ഒരു സ്വഭാവത്തിലേക്ക് എത്തണം. മലക്കുകൾ അന്നം കഴിക്കാറില്ല. നാം അതുപോലെ ആക്ട് ചെയ്ത് മലക്കുകളുടെ വാനലോകത്തെ ആ സ്വഭാവത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ നോമ്പിന്റെ ഒരു ആത്മാവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിനെ കാണുക എന്നുള്ള ആ ലിഖാ എന്നുള്ള ആ ഒരു ലക്ഷ്യം നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് നാം നോമ്പനുഷ്ഠിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാണ്. അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത്. ലൈലത്തുൽ ഖദ്ർ റമളാനിന്റെ അവസാനത്തെ പകുതികൾ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് റമളാനിന്റെ അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഒന്നുകൂടെ നിജപ്പെടുത്തിയിട്ട് അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് റമളാനിന്റെ അവസാനത്തെ 10 ഏറ്റവും അവസാനത്തെ 3 ഒറ്റ രാവുകൾ നിങ്ങൾ 25, 27, 29 രാവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് 27-ാം രാവിലായിരിക്കും ഈ ലൈലത്തുൽ ഖദ്ർ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്ർ 27-ാം രാവിന്റെ ഒരു പര്യായമായി പ്രയോഗിച്ചു വരുന്നത്. സത്യത്തിൽ 21-ാം രാവും 23-ഉം 25-ഉം ഒക്കെ ലൈലത്തുൽ ഖദ്ർ ആകുവാനുള്ള തുല്യ സാധ്യതകളുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് ദേശാന്തരങ്ങൾക്കും വീടാന്തരങ്ങൾക്കും ലൈലത്തുൽ ഖദ്റിന്റെ ഈ സൗരഭ്യം വ്യത്യസ്തമായിരിക്കുമെന്നാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ലൈലത്തുൽ ഖദ്ർ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു വീട്ടിൽ നിന്നും ഓരോ വീട്ടിൽ തന്നെ ഇത് വ്യത്യസ്തമായ രീതിയിൽ ഇറങ്ങി വരാം. അതുകൊണ്ട് നാം ഈ ലൈലത്തുൽ ഖദ്റിന് വേണ്ടി
ഒരുങ്ങിയിരിക്കുക. ഏത് സന്ദർഭത്തിലും അത് വരാമെന്ന് നാം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഇബാദത്ത് ചെയ്യുവാൻ നാം എപ്പോഴും സർവ്വസന്നദ്ധമായിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിവസം എന്തുകൊണ്ട് നിജപ്പെടുത്തി പറഞ്ഞില്ല എന്നും പണ്ഡിതന്മാർ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഹൈറായിരിക്കുമെന്ന് ഒരു ഹദീസിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കല് ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് അറിയിക്കുവാൻ വേണ്ടി ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ രണ്ട് പേർ പരസ്പരം അവിടെ കശപിശ കൂടുന്നുണ്ട്. അവ തർക്കിക്കുകയാണ്. സഹാബികളായ രണ്ടുപേർ തർക്കിക്കുകയാണ്. മാനുഷികമായ പല തർക്കങ്ങൾ ഉണ്ടാകുമല്ലോ, അതുപോലെയുള്ള ഒരു തർക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ തർക്കം പരിഹരിക്കുവാൻ വേണ്ടി, ഇവർക്ക് തമ്മിൽ മസ്ലഹത്താക്കുവാൻ വേണ്ടി അല്പസമയം വിനിയോഗിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോ ലൈലത്തുൽ ഖദർ എന്ന് പറയുവാനാണ് ഇറങ്ങി വന്നത്. ഫുലാൻ, അപ്പോഴാണ് ഈ രണ്ടുപേര് തർക്കിക്കുന്നത്. ഫറുഫിയാത്ത്, അപ്പോൾ ലൈലത്തുൽ ഖദർ എന്നാണ് എന്നുള്ള വിവരം എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു. അതുകൊണ്ട് എപ്പോഴാണ് എന്ന് എനിക്കിപ്പോൾ പറയാൻ സാധ്യമല്ല എന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഹൈറായിരിക്കാം. അതെ, അത് തന്നെയാണ് നമുക്ക് ഹൈറ്. ഓരോ ദിവസവും നമുക്ക് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാം. ഓരോ ദിവസവും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാം. ഓരോ ദിവസവും നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ എടുക്കാം. ഇത് നമ്മുടെ അവസാനത്തെ റമദാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാം നോമ്പനുഷ്ഠിക്കേണ്ടത്. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇത് വിദാഇന്റെ നിസ്കാരമാണ്, ഇത് അവസാനത്തെ നിസ്കാരമാണ് എന്ന പ്രതീക്ഷയിൽ നിസ്കരിക്കണമെന്ന് പറഞ്ഞ പോലെ നോമ്പനുഷ്ഠിക്കുമ്പോഴും ഇതിന്റെ അവസാനത്തെ നോമ്പാണ് എന്നുള്ള പ്രതീക്ഷയിലാണ്, ആ ഒരു വിചാരത്തിലാണ് നാം നോമ്പനുഷ്ഠിക്കേണ്ടത്. അതുകൊണ്ട് ഈ പെരുന്നാൾ വരുമ്പോഴേക്ക് ലൈലത്തുൽ ഖദറിന്റെ സൗരഭ്യം നുകർന്ന് ആത്മാവിനെ കൂടുതൽ 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 ഈമാനിക സൗരഭ്യത്തോടു കൂടെ അതിനെ ഉന്നതിയിലേക്ക് ഉയർത്തി നമുക്ക് ഈ പെരുന്നാൾ ആഘോഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.